നമ്മുടെ ജനതാദൾ എസിന് കഷ്ടകാലമാണ്. കഷ്ടകാലം എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, വ്യക്തമായ ശനിദശയാണ് എന്ന് വേണം പറയാൻ. അത്രമാത്രം തൃശങ്കുവിലാണ് പാർട്ടി. ഏതായാലും ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ജനതാദൾ എസ് പുതിയ നീക്കത്തിന് തയ്യാറെടുക്കുകയാണ്. മറ്റ് ചില പാർട്ടികളെയെല്ലാം ചേർത്ത് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കാനാണ് സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നത്. ജനതാദൾ എസ് വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അവിടെ കർണാടകയിൽ ലൈംഗിക പീഡന കേസും തട്ടിക്കൊണ്ടുപോകൽ കേസുമൊക്കെയാണ് നേതാക്കൾ നേരിടുന്നത്. ഒരു പ്രധാനപ്പെട്ട യുവ നേതാവ് പ്രജ്വൽ രേവണ്ണ ഇപ്പോൾ ഒളിവിലാണ്. ഒരു വീട്ടുവേലക്കാരിയെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് അവിടെ ജനതാദളിനെതിരെ ഉയർന്നിട്ടുള്ള പരാതി. അതോടൊപ്പം സ്ത്രീകളെ ഉപയോഗിച്ച് ലൈംഗിക ദൃശ്യങ്ങൾ ചിത്രീകരിച്ചുവെന്നും അത് പ്രചരിപ്പിച്ചുവെന്നുമൊക്കെയുള്ള കേസും അവർക്കെതിരെ ഉണ്ട്. പ്രജ്വൽ രേവണ്ണയെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്ന പോലീസ് HD രേവണ്ണയെ അറസ്റ്റ് ചെയ്തു. അതോടെ സംഗതി വലിയ വിവാദമായി. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ജനതാദൾ എസിന് കിട്ടിയ ഒരു തിരിച്ചടിയായിരുന്നു ഈ സംഭവം. നേരത്തെ തന്നെ പ്രതിസന്ധിയിലായ ജനതാദൾ എസിന് ഈ സംഭവം കൂനിന്മേൽ കുരു എന്ന പോലെയാണ് പരിണമിച്ചത്. കർണാടകയിൽ NDAയ്ക്കൊപ്പവും കേരളത്തിൽ ഇടതുമുന്നണിക്കൊപ്പവുമാണ് ജനതാദൾ പ്രവർത്തിക്കുന്നത്. ഇത് എങ്ങനെ അണികൾക്ക് വിശദീകരിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ നേതൃത്വത്തിന് പിടിയില്ല. പാർട്ടിയുടെ നിലപാടെന്താണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ നീക്കമെന്താണ് എന്നൊക്കെ വിശദീകരിക്കാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അവർക്കും അത് സംബന്ധിച്ചൊരു വ്യക്തതയില്ല. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ പ്രശ്നങ്ങൾ വലിയ തോതിൽ ഉയർന്നു വന്നു. അവിടെ ബാംഗ്ലൂർ നോർത്തിൽ മത്സരിക്കുന്ന CN മഞ്ജുനാഥ് എന്ന സ്ഥാനാർത്ഥി NDAയുടെ സ്ഥാനാർത്ഥിയാണ്. പക്ഷേ പോസ്റ്ററിൽ നമ്മുടെ മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെയും അതുപോലെ കേരളത്തിലെ നേതാവായ മാത്യു T തോമസിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ അവർ അച്ചടിച്ചു. അത് ചിലയിടങ്ങളിലൊക്കെ പതിക്കുകയും ചെയ്തു. കേരളത്തിൽ ഇടതുമുന്നണിക്കൊപ്പം നിന്ന് BJPയെ ശക്തമായി എതിർക്കുന്ന K കൃഷ്ണൻകുട്ടിയുടെ ചിത്രം ബാംഗ്ലൂരുവിൽ NDAയ്ക്ക് അനുകൂലമായി വന്നപ്പോൾ അത് ചെറിയ പുകലൊന്നുമല്ല ഉണ്ടാക്കിയത്. വൻ ആശയക്കുഴപ്പം. മഞ്ജുനാഥ് ദേവഗൗഡയുടെ മരുമകനുമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു സ്ഥാനാർത്ഥിക്ക് പറ്റിയ കയ്യബദ്ധമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ പുതിയൊരു നീക്കം വേണം എന്ന് കേരളത്തിലെ ജനതാദൾ എസ് നേതാക്കൾ ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാനില്ല. കേരളത്തിലെ NCPയെയും അതുപോലെ കേരള കോൺഗ്രസ് B നേതാവ് ഗണേഷ് കുമാറിനെയും RSP നേതാവ് കോവൂർ കുഞ്ഞുമോനെയും ഒക്കെ കൂട്ടി മറ്റൊരു പാർട്ടി ഉണ്ടാക്കാനാണ് നീക്കം. RSP ലെനിനിസ്റ്റായ കുഞ്ഞുമോന് ഈ പാർട്ടിയുമായി എങ്ങനെ ചേരാൻ കഴിയും എന്ന ചോദ്യങ്ങൾ പല ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ഗണേഷ് കുമാർ ഈ നീക്കത്തോട് യോജിക്കുമോ എന്ന സംശയം ചില കോണുകളും പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ചൊരു പ്രാഥമിക ചർച്ച തുടങ്ങി എന്നാണ് വിവരങ്ങളായി പുറത്തു വരുന്നത്. രാജ്യത്താകമാനം ചെറു പാർട്ടികൾ വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ നേരിടുന്നത്. BJP ഒരു ശക്തിയായി ഉയരുന്ന സാഹചര്യത്തിൽ ചെറു പാർട്ടികളുടെ പ്രസക്തി കുറയുന്നു എന്ന് കരുതുന്നവരും ചെറുതല്ല. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നയമാണ് BJPക്കുള്ളത്. അതുകൂടി നടപ്പിലായാൽ തെരഞ്ഞെടുപ്പിൽ ചെറു പാർട്ടികൾ തീർത്തും അപ്രസക്തമാകും എന്നാണ് കണക്കുകൂട്ടൽ. അങ്ങനെ വരുമ്പോൾ കൂടുതൽ പാർട്ടികളുമായി ലയിച്ച് പറ്റാവുന്ന തരത്തിലൊക്കെ ഒരു വലിയ ശക്തിയായി മാറാനുള്ള ശ്രമങ്ങൾ പല കോണുകളിലും പല പാർട്ടികളും നടത്തുന്നുണ്ട്. ജനതാദളിന് അത്തരമൊരു നീക്കമാണ് കേരളത്തിൽ നടത്തേണ്ടി വന്നിട്ടുള്ളത്. ജനതാദൾ പല ഘട്ടങ്ങളിൽ പ്രതിസന്ധി നേരിടുകയും പിളർപ്പ് അനുഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള പാർട്ടിയാണ്. സോഷ്യലിസ്റ്റ് ജനതാദളായും സെക്കുലർ ജനതാദളായും അങ്ങനെ പല പേരുകളിൽ ഈ നേതാക്കൾ നമുക്ക് മുന്നിൽ വോട്ടെടുപ്പിൻ്റെ ഘട്ടങ്ങളിലും അല്ലാത്തപ്പോഴുമൊക്കെ എത്തിയിട്ടുണ്ട്. ഏതായാലും MV ശ്രേയംസ് കുമാറും സംഘവുമൊക്കെ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിൽ ചേർന്നത് ഇപ്പോൾ ചർച്ചാ വിഷയമല്ലാതായി മാറിയിരിക്കുന്നു. നേരത്തെ അതൊക്കെ ചെറിയ വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ചിരുന്നു.
ഏതായാലും ഇപ്പോൾ കെ കൃഷ്ണൻകുട്ടിക്കും മാത്യു ടി തോമസിന് മുന്നിൽ മറ്റ് പോംവഴികളില്ല. ഈ രാഷ്ട്രീയ സാഹചര്യം അണികളെ വിശദീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് പുതിയൊരു പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പോകാം എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. ഏതായാലും എൻ ഡി എക്കൊപ്പം ഉറച്ചു നിൽക്കാം എന്ന നിലപാടിലായിരുന്നു ഇതുവരെ കർണാടകയിലെ സംഘം. കേരളത്തിൽ നിന്നുള്ള നേതാവായ സി കെ നാണുവൊക്കെ ഒരു ഘട്ടത്തിൽ യോഗം ചേർന്ന് അവിടെ നിന്ന് നമ്മുടെ ജനതാദൾസിൻ്റെ നേതാവായ എച്ച് ഡി ദേവഗൗഡയെ പുറത്താക്കി എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. ഏതായാലും ദേവഗൗഡയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് സി കെ നാണുവിനെ പുറത്താക്കി എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചതൊരു നേട്ടം ഉണ്ടാക്കാൻ കർണാടകത്തിൽ ജനതാദൾ എസിന് കഴിഞ്ഞില്ല. അതോടുകൂടി കുമാരസ്വാമിയും സംഘവുമൊക്കെ എൻ ഡി എ ക്യാമ്പിലേക്ക് നീങ്ങാം എന്ന ആശയത്തിലേക്ക് എത്തി. കാരണം ഈ ചെറു പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അധികാരമില്ലെങ്കിൽ പിടിച്ചു നിൽക്കാനാകില്ല. അധികാരമില്ലെങ്കിൽ പതുക്കെ മരണത്തിലേക്ക് നീങ്ങുക എന്നതാണ് അവരുടെ ദുർവിധി. അതുകൊണ്ട് അധികാരത്തിനോടൊപ്പം എങ്ങനെയെങ്കിലും ചേർന്ന് നിന്നാൽ കുറേ കൂടി മുന്നോട്ട് പോകാം എന്നായിരുന്നു കണക്കുകൂട്ടൽ. പക്ഷേ ജനതാദൾ കൂടെ വന്നാൽ നേട്ടമുണ്ടാകും എന്ന് കരുതിയ ബി ജെ പിക്ക് ചെറിയ തോതിൽ അടികിട്ടി. തെരഞ്ഞെടുപ്പിൽ ജനതാദളിനെ ന്യായീകരിക്കേണ്ട ദുരവസ്ഥ കർണാടകത്തിൽ ബി ജെ പിക്ക് വന്നു. പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചാലും അതിനൊക്കെ അപ്പുറത്തേക്ക് നീളുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഈ ലൈംഗിക ആരോപണവും അതുപോലുള്ള കേസുകളും പ്രത്യേകിച്ച് ഈ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയ സംഭവമൊക്കെ അത്ര പെട്ടെന്ന് ജനം മറക്കാനിടയില്ല. അതുകൊണ്ട് ജനതാദളിൻ്റെ ഇനി രാഷ്ട്രീയ ഭാവി എന്ത് എന്ന ചോദ്യവും ശക്തമായി ഉയരുകയാണ്. ബി ജെ പി തുടർന്നും മുന്നണിയിൽ ഇവരെ ഉൾപ്പെടുത്തുമോ എന്നതും സംശയമാണ്. ഒരുപക്ഷെ ഉൾപ്പെടുത്തിയാൽ തന്നെ വ്യക്തമായൊരു നിലനിൽപ്പ് പാർട്ടിക്കുണ്ടോ എന്നതും സംശയമായി വരികയാണ്. ഈ നേതൃത്വത്തിലും അണികളിലുമുള്ള ആശയക്കുഴപ്പം ജനങ്ങളിലേക്കും പടർന്നു കഴിഞ്ഞു. ഇത്തരക്കാരെ വിശ്വസിക്കാമോ എന്ന് വോട്ടർമാർ ചിന്തിക്കുന്ന ഒരു സാഹചര്യവും വന്നിട്ടുണ്ട്. സ്വന്തം കുടുംബസ്വത്ത് പോലെ ഈ ചെറു പാർട്ടികൾ കൊണ്ടു നടക്കുന്ന നേതാക്കന്മാരെല്ലാം ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. അത്തരക്കാരെ നിർമ്മാർജ്ജനം ചെയ്യണം എന്ന നിലപാട് ബി ജെ പിക്കുണ്ടോ എന്ന് സംശയിക്കുന്നവരും ഉണ്ട്. കാരണം ഈ സ്വത്തും കണക്കുമൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി വേണം എന്ന നിലപാട് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതൊക്കെ കൃത്യമായി കൊടുക്കേണ്ടി വന്നാൽ പല ചെറു പാർട്ടികളുടെയും സാഹചര്യം വളരെ പരിതാപകരമായി മാറും. മാത്രവുമല്ല ഇത്തരം ചെറു പാർട്ടികളെ ഫണ്ട് ചെയ്യുന്നവരുടെ എണ്ണവും കുറയുകയാണ്. അതുകൊണ്ട് മറ്റ് പോംവഴികളിലേക്കാണ് പലരുടെയും ആലോചനകൾ പോകുന്നത്. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പുതിയ പ്രവണതയുടെ ഭാഗമായി വേണം വിലയിരുത്താൻ. ഈ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ആദർശത്തോടൊപ്പം തന്നെ നിലപാടുകളും മുറുകെ പിടിക്കാൻ പാടുപെടുകയാണ്. പലപ്പോഴും ഈ മുന്നണി മാറിയും നിലപാട് മാറ്റിയുമൊക്കെ രാഷ്ട്രീയമായി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും വലിയ ആയുസില്ല എന്നാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത്. കർണാടകത്തിൽ ഒരു കാലത്ത് വലിയ ശക്തിയായിരുന്നു ജനതാദൾ. എന്നാൽ അത് ശോഷിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. കോൺഗ്രസും അതുപോലെ ബി ജെ പിയും കർണാടകയിൽ അവരുടേതായ അടിത്തറ വിപുലമാക്കി കഴിഞ്ഞു. ജനതാദളിന് പക്ഷേ അതിന് വേണ്ടത്ര രീതിയിൽ കഴിയുന്നില്ല. ദേവഗൗഡയുടെ വ്യക്തിപ്രഭാവത്തിൻ്റെ ഒരു പരിധി കഴിഞ്ഞ കാലങ്ങളിൽ ആളുകൾ കണ്ടു. ദേവഗൗഡയോട് കർണാടകയിലെ ജനങ്ങൾക്ക് വലിയ മതിപ്പാണ്. പക്ഷേ ആ മതിപ്പ് മറ്റു കുടുംബാംഗങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അത് നിലനിർത്താൻ അവർക്ക് ഒട്ടും കഴിയുന്നില്ല. അതുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രതിച്ഛായ പാർട്ടിക്ക് നഷ്ടമായി വരികയാണ്. ഈ സാഹചര്യത്തിൽ പുതിയ നീക്കങ്ങൾ സ്വാഭാവികമാണ് എന്നേ പറയേണ്ടതുള്ളൂ. ഏതായാലും കേരളത്തിലെ നേതൃത്വത്തിന് ഇനി എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമാവുകയാണ്. കെ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസുമൊക്കെ ഇനി എന്ത് നിലപാട് സ്വീകരിക്കും എന്നാണ് എല്ലാവരും സഗൗരവവും ഉറ്റുനോക്കുന്നത്. ഇനി ഇവരെല്ലാം കൂടി ലയിച്ചാൽ തന്നെ എന്തായിരിക്കും അവസ്ഥ എന്നതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കോവൂർ കുഞ്ഞുമോനും കെ ബി ഗണേഷ് കുമാറും കെ കൃഷ്ണൻകുട്ടിയുമൊക്കെ ഒന്നിച്ച് ഒരു കൊടിക്കീഴിൽ വന്നാൽ അവർക്ക് യോജിച്ചു പോകാനാകുമോ എന്നതും സംശയമായി നിലനിൽക്കുകയാണ്. കാരണം ഇവർക്ക് ഒരു ഏകീകൃതമായ രാഷ്ട്രീയ സ്വഭാവമില്ല. മാത്രവുമല്ല ഇവരുടെ നിലപാടുകൾ പല ഘട്ടത്തിൽ പലതാണ്.
അധികാരം പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ടൊരു പ്രകടനം കാഴ്ചവെക്കാനോ വേണ്ടി മാത്രം വരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇത് മാറുമോ എന്ന ആശങ്കയും ചെറുതല്ല. കേരളത്തിൽ പുതിയ ഒരു പാർട്ടി കൂടി ഉദയം ചെയ്യും എന്നാണ് ഈ നീക്കങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ വന്നാൽ ആ പുതിയ പാർട്ടിയുടെ നിലപാട് എന്തായിരിക്കും? എന്ത് രാഷ്ട്രീയ സാഹചര്യമായിരിക്കും കേരളത്തിൽ അതിൻ്റെ ഭാഗമായി ഉണ്ടാകുക? ഇടതു വലത് മുന്നണികൾ ശക്തമായി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അതിൽ എത്രമാത്രം പ്രസക്തമാകാൻ ഇത്തരം ഒരു നീക്കത്തിന് കഴിയും എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. കെ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും ഒക്കെ ഇനി കേരള രാഷ്ട്രീയത്തിൽ എങ്ങനെ മുന്നേറും? ഈ ചോദ്യം രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വളരെ വിശദമായി പരിശോധിക്കുകയാണ്.